കൊല്ലം കുന്നിക്കോട് വിദ്യാർത്ഥിനിക്ക് പേ വിഷബാധയേറ്റു. വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡിൽ ജാസ്മിൻ മൻസിലിൽ 7 വയസ്സുള്ള നിയ ഫൈസലിനാണ് പേ വിഷബാധയേറ്റത്. കഴിഞ്ഞ മാസം ഏപ്രിൽ 8-നായിരുന്നു താമസം. വീടിന് മുന്നിലിരുന്ന കുട്ടിയെ നായ കടിക്കുകയായിരുന്നു. കുട്ടിയുടെ കരച്ചിൽ കേട്ട് ആളുകൾ ഓടിയെത്തിയപ്പോഴേക്കും നായ പോയിരുന്നു. കുട്ടിയെ ഉടൻ തന്നെ വിളക്കുടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് പ്രാഥമിക ചികിത്സയും ആദ്യ ഡോസ് വാക്സിനും നൽകി. ശേഷം പുനലൂർ താലൂക്ക് ആശുപത്രിയിലെത്തിച്ച് തുടർ ചികിത്സയും നൽകുകയും ബാക്കിയുള്ള വാക്സിനുകൾ നൽകുകയും ചെയ്തു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് കുട്ടിക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് രക്ഷിതാക്കൾ കൊല്ലത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിച്ചു. അവിടെ നടത്തിയ പരിശോധനയിൽ കുട്ടിക്ക് പേ വിഷബാധ ഏറ്റതായി സംശയിക്കുകയും തുടർന്ന് തിരുവനന്തപുരം SAT ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഏറ്റവും സങ്കടകരമായ ഒരു വാർത്തയാണ്. കാരണം വിളക്കുടി ഗ്രാമപഞ്ചായത്തിൻ്റെ 17-ാം വാർഡിൽ, അതായത് ജാസ്മിൻ മൻസിലിലെ നിയ 7 വയസ്സുള്ള പെൺകുഞ്ഞ് കഴിഞ്ഞ മാസം 8-ാം തീയതി പേപ്പട്ടി കടിച്ചു. പേ വിഷബാധയേറ്റ് ആദ്യമായിട്ട് നമ്മുടെ FSCയിലെത്തി. വിളക്കുടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിയിരുന്നു. അവിടെ നമ്മൾ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പുനലൂർ വിട്ട് ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം തുടർന്നുള്ള വാക്സിനെല്ലാം നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ, ഇവിടെ തന്നെ വിളക്കുടി തന്നെയായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. 8-ാം തീയതി ആദ്യത്തെ ഡോസ് എടുത്തു. അത് കഴിഞ്ഞ് 2-ാം തീയതി, അതായത് ഈ മാസം 2-ാം തീയതി എടുത്തു. പിന്നെ 3-ാം തീയതി 3-ാമത്തെ ഡോസും എടുത്തു. 4-ാമത്തെ ഡോസ് ഇനി ലാസ്റ്റ് ഡോസ് എടുക്കാനുള്ളത് 6/5-ലായിരുന്നു. അപ്പോൾ ഇത്രയും വേണ്ട ട്രീറ്റ്മെൻറ്റുകളെല്ലാം തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പനി ബാധിച്ചു. പരിശോധനയ്ക്ക് ശേഷമാണ് അറിയാൻ സാധിച്ചത് കുഞ്ഞിന് പേ വിഷബാധ ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ തിരുവനന്തപുരം SATയിലാണ്, അബോധാവസ്ഥയിലാണെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. 3 ഡോസ് നമ്മളിപ്പം കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരു ഡോസ് ഇടാണ് ചെയ്യാനുള്ള 6-ാം തീയതി. അത് പിന്നെ കടിച്ചു കഴിയുമ്പോഴുള്ള പ്രാഥമിക ട്രീറ്റ്മെൻറ്റ് നിലയിൽ ആ മുറിവിലേക്കൊരു വാക്സിൻ നമ്മൾ എടുക്കുന്നുണ്ട്. ആശുപത്രിയിലെത്തിച്ച കുട്ടിയുടെ ആരോഗ്യനില മോശമാണെന്നാണ് ലഭിക്കുന്ന വിവരം.